നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ മയാമിയിൽ വെച്ച് നടന്നല്ലോ. ഓരോ ടീമുകളും ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് എന്ന് ആരാധകർക്ക് ഇപ്പോൾ കൃത്യമായ ധാരണ കിട്ടി. ഇനി ടൂർണമെൻറ്റ് എന്ന് തുടങ്ങും, എപ്പോഴാണ് ഫൈനൽ, അങ്ങനെ വിശദമായ വിവരങ്ങൾ അറിയേണ്ടതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പലർക്കും ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പോഴും വന്നിട്ടില്ല. ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇത് പുതിയതല്ല എന്ന് പറയുന്നവരൊക്കെയുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു തട്ടിക്കൂട്ടി ക്ലബ്ബ് വേൾഡ് കപ്പ് ആയിരുന്നു. 7-8 ടീമുകൾ മാത്രം കളിക്കുന്ന തരത്തിൽ നടത്തിയിരുന്നതാണ്. ഇതങ്ങനെയല്ല. ആ ടൂർണമെൻറ്റ് ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇത്തവണയും നടക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് 32 ടീമുകൾ ഉൾപ്പെടുന്ന 4 വർഷത്തിലൊരിക്കൽ മാത്രം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ക്ലബ്ബ് വേൾഡ് കപ്പാണ്. സോ ഇത്തരത്തിലുള്ള പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പാണിത് എന്നാദ്യം മനസ്സിലാക്കി. എന്ന് തുടങ്ങും എന്ന ചോദ്യത്തിന് ഉത്തരം ജൂൺ 15, 2025 മയാമിയിലാണ് ഈ മത്സരങ്ങൾക്ക് തുടക്കമാവുക. ഇൻ്റർ മയാമി ആദ്യ മത്സരം കളിക്കും. സോ ജൂൺ 15, 2025 ഉദ്ഘാടന മത്സരം. ഫൈനൽ മത്സരം വരുന്നത് അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം ആകും. അതായത് മത്സരങ്ങൾ അങ്ങനെ നടക്കും. ജൂലൈ 13 മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ്, അതായത് ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റുദർഫോർഡിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുക. ഫൈനൽ മത്സരം നടക്കുക ജൂലൈ 13. അന്നറിയാം ഫുട്ബോൾ ലോകത്ത് ക്ലബ്ബുകളുടെ രാജാക്കന്മാർ ആരാണ് എന്നുള്ളത്. ഇനി ഏതൊക്കെ സ്റ്റേഡിയങ്ങളിലാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം 12 US വെന്യൂസിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം അറ്റ്ലാന്റ, ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റേഡിയം ഇൻ ഷാർലറ്റ്, നോർത്ത് കരോലിന, TQL സ്റ്റേഡിയം സിൻസിനാറ്റി, ദി റോസ് ബൗൾ ഇൻ പസാഡന കാലിഫോർണിയ, ഹാർഡ് റോക്ക് സ്റ്റേഡിയം ഇൻ മയാമി ഗാർഡൻസ് ഫ്ലോറിഡ, പിന്നെ ജിയോഡിസ് പാർക്ക് ഇൻ നാഷ്വിൽ, ദെൻ മെറ്റ് ലൈഫ് സ്റ്റേഡിയം ഇൻ ഈസ്റ്റ് റുദർഫോർഡ് ന്യൂ ജേഴ്സി, ക്യാമ്പിംഗ് വേൾഡ് സ്റ്റേഡിയം ഇൻ ഓർലാൻഡോ ഫ്ലോറിഡ, ഇൻഡോർ ആൻഡ് കമ്പനി സ്റ്റേഡിയം ഇൻ ഓർലാൻഡോ ഫ്ലോറിഡ, ലിങ്കൺ ഫൈനാൻഷ്യൽ ഫീൽഡ് ഇൻ ഫിലാഡൽഫിയ, ല്യൂമൻ ഫീൽഡ് ഇൻ സിയാറ്റിൽ, ഓരി ഫീൽഡ് ഇൻ വാഷിങ്ടൺ. ഇവിടെയാണ് മത്സരങ്ങൾ നടക്കുന്ന വേദികൾ. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ഏതൊക്കെ ടീമുകളാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്? 32 ടീമുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് യൂറോപ്പിൽ നിന്ന് 12 ടീമുകൾ: മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബയൺ മ്യൂണിക്ക്, ബൊറൂസിയ ഡോട്ട്മുണ്ട്, യുവൻറ്റസ്, ഇൻ്റർ മിലാൻ, PSG, ബെൻഫിക്ക, പോർട്ടോ, RB സാൽസ്ബർഗ്. ഇങ്ങനെ 12 ടീമുകളാണ് യൂറോപ്പിൽ നിന്നുള്ളത്. നോർത്തേൺ അമേരിക്കയിൽ നിന്ന് ഇൻ്റർ മയാമി, സിയാറ്റിൽ സൗണ്ടേഴ്സ്, മോണ്ടറി, പച്ചൂക്ക, ലിയോൺ എന്നീ ക്ലബ്ബുകളാണ് കളിക്കുന്നത്. അപ്പോൾ 5 ടീമുകളുണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്ന്. സൗത്ത് അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾ എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ നിന്ന് 4 ടീമുകളും അർജൻറ്റീനയിൽ നിന്ന് 2 ടീമുകളും, ഫ്ലമിംഗോ, പാൽമിറാസ്, ഫ്ലൂമിനൻസ്, ബൂട്ടോഫാഗോ, ഈ 4 ബ്രസീലിയൻ ക്ലബ്ബുകളെ കൂടാതെ റിവർ പ്ലേറ്റും ബൊക്ക ജൂനിയേഴ്സും അർജൻറ്റീനയിൽ നിന്ന്. പിന്നെ ഏഷ്യയിൽ നിന്ന് 4 ക്ലബ്ബുകൾ: സൗദി അറേബ്യയിലെ അൽ ഹിലാൽ, സൗത്ത് കൊറിയയുടെ ഉൽസാൻ HD, ജപ്പാൻ്റെ ഉറാവ റെഡ്സ്, UAEയുടെ അലൈന്. ദെൻ ആഫ്രിക്കയിൽ നിന്ന് 4 ക്ലബ്ബുകൾ: ഈജിപ്തിൻ്റെ അൽ അഹ്ലി, മൊറോക്കോയുടെ വെയ്ഡാഡ്, ടുണീഷ്യയുടെ ES ട്യൂണീസ്, അതായത് എസ്പെറൻസ് എന്ന് പറയുന്ന ക്ലബ്ബ്, സൗത്ത് ആഫ്രിക്കയുടെ മെംലോഡി സൺഡൗൺസ്. ഓഷ്യാനിൽ നിന്ന് ഒരു ക്ലബ്ബ്, ന്യൂസിലാൻഡിൻ്റെ ഓക്ലൻഡ് സിറ്റി. അങ്ങനെയാണ് 32 ടീമുകളുള്ളത്. ഇത് 2 തരത്തിലാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. ഒന്ന് 2021 മുതൽ ഇങ്ങോട്ട്, 2021 മുതൽ 2024 വരെ യുവേഫ ചാമ്പ്യൻസ് ലീഗ്, കോപ്പ ലിബർട്ടഡോറസ്, കോൺകഗാഫ് ചാമ്പ്യൻസ് കപ്പ്, ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കോപ്പ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള ചാമ്പ്യൻസ് ലീഗുകൾ, AFC ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗും, ഇതൊക്കെ വിജയിക്കുന്ന ടീമുകൾ ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈ ചെയ്തു. പിന്നെ റാങ്കിങ് പാത്വേയിലൂടെ, അതിൽ ചില കോൺട്രവേഴ്സികളൊക്കെ ഉണ്ട്, നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ദെൻ ഓരോ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 32 ടീമുകളെ 8 ഗ്രൂപ്പുകളിലാക്കി തിരിച്ചു. 4 ടീമുകളുള്ള 8 ഗ്രൂപ്പുകൾ. അവർ തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കളിക്കും. ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ 2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യും. റൗണ്ട് ഓഫ് 16 ഒറ്റ റൗണ്ട് മത്സരമാണ്, സിംഗിൾ ലെഗ് മത്സരങ്ങളാണ്.
ഒറ്റ ലെഗ് മത്സരം വിജയിക്കുന്ന ടീം ക്വാർട്ടർ ഫൈനലിലേക്ക് പോകും. അവിടെ ഒറ്റ ലെഗ് മത്സരം വിജയിക്കുന്ന ടീം സെമി ഫൈനലിലേക്ക് പോകും. അവിടെ ഒറ്റ റൗണ്ട് മത്സരം, അതിൽ വിജയിക്കുന്നവർ ഫൈനലിൽ കളിക്കും. അതായത് സാധാരണ വേൾഡ് കപ്പ്, രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് ഇതുവരെ എങ്ങനെ നടന്നോ അതേ രൂപത്തിൽ തന്നെയാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് എന്നർത്ഥം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് പിന്നെ എന്ത് വ്യത്യാസമെന്ന് ചോദിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ നടന്നിരുന്നത് 7-8 ടീമുകൾ മാത്രം കളിക്കുന്ന ഒരു 7 ടീം ടൂർണമെൻറ്റ് എന്ന രൂപത്തിലാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ബൃഹത്തായ രൂപത്തിൽ 4 വർഷക്കാലത്തെ ചാമ്പ്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ബൃഹത്തായ ടൂർണമെൻറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആരാണ് ഫേവറേറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത്ര ദൂരെ നിന്നെന്ന് പറഞ്ഞാൽ 6-7 മാസം ഇപ്പുറം നിന്ന് 6 ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ചൂടും എന്ന് പറയുക ബുദ്ധിമുട്ടാണ്. എന്നാലും ബെറ്റിംഗ് ഓഡിലൊക്കെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓഡ് കാണുന്നത് +320 ആണ്, റയൽ മാഡ്രിഡിൻ്റെത് +360 ആണ്, ബയൺ മ്യൂണിക്കിൻ്റെത് +600 ആണ്, ചെൽസിയുടേത് +700 ആണ്, ഇന്റർ മിലാൻ്റെത് +950 ആണ്, PSG-യുടേത് +1000 ആണ്. സോ കാര്യം വളരെ വ്യക്തമാണ്. സിറ്റിക്കാണ് ബെറ്റിംഗ് മാർക്കറ്റിലൊക്കെ കൂടുതലായിട്ട് ഫേവറിറ്റ്സ് എന്നുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നത് എന്നർത്ഥം. ഇനി ഇന്നലെ ഗ്രൂപ്പുകൾ തിരിച്ചല്ലോ. ആ 8 ഗ്രൂപ്പുകളിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് എയിൽ പാൽമിറാസും പോർട്ടോയും അൽ അഹിലിയും ഇന്റർ മയാമിയും. മയാമിയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 5 ലീഗിലുള്ള ഒരു ടീമിനോടും ഏറ്റുമുട്ടേണ്ട എന്നുള്ളൊരു അനുഗ്രഹം ഈ ഡ്രോയിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ റയൽ മാഡ്രിഡോ ബയൺ മ്യൂണിക്കോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പോട്ട്. കാരണം ഇന്റർ മയാമിക്ക് സീഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവർ രക്ഷപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം ആ അർത്ഥത്തിൽ. പക്ഷേ പോർട്ടോയും ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസും ഈജിപ്ഷ്യൻ ക്ലബ്ബ് അൽ അഹിലിയും മയാമിയേക്കാൾ ഒട്ടും പുറകിലുള്ള ടീമുകളല്ല എന്നുള്ളതുകൊണ്ട് നല്ല പോരാട്ടം തന്നെ അവിടെ നടക്കുമെന്ന് വേണം കരുതാൻ. ഗ്രൂപ്പ് ബിയിൽ PSG-യും അത്ലറ്റിക്കോ മാഡ്രിഡും ബൂട്ടഫോഗയും സിയാറ്റിൽ സൗണ്ടേഴ്സുമാണുള്ളത്. ഗ്രൂപ്പ് സിയിൽ ബയൺ മ്യൂണിക്കും ഓക്ലാൻഡ് സിറ്റിയും ബൊക്ക ജൂനിയേഴ്സും ബെൻഫിക്കയും. ഗ്രൂപ്പ് ഡിയിൽ ഫ്ലമിംഗോയും എസ്പെറൻസ് അതായത് ES ടൂണീസ്, ദെൻ ചെൽസി, ലിയോൺ. ഗ്രൂപ്പ് ഇയിൽ റിവർ പ്ലേറ്റ്, ഉറാവ റെഡ്സ്, മോണ്ടറി, ഇന്റർ മിലാൻ. ഗ്രൂപ്പ് എഫിൽ ഫ്ലുമിനൻസ്, ബൊറൂസിയ ഡോട്ട്മുണ്ട്, ഉൾസാൻ HD, മാംലോദി സൗണ്ടേഴ്സ്. ഗ്രൂപ്പ് ജിയിൽ മാഞ്ചസ്റ്റർ സിറ്റി, വെയ്ഡാഡ്, അലൈന്, യുവൻറ്റസ്. ഗ്രൂപ്പ് എച്ചിൽ റയൽ മാഡ്രിഡ്, അൽ ഹിലാൽ, പച്ചുക്ക, RB സാൽസ്ബർഗ്. ഇതാണ് ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ. ഇനി നോൺ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക്, അതായത് ചാമ്പ്യൻസ് ലീഗ് ജയൻറ്റുകളോട്, യൂറോപ്പിൽ നിന്നുള്ള ചാമ്പ്യൻസ് ലീഗ് ജയൻറ്റുകളോട് മുട്ടി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പം ഈ വരുന്ന 32 ടീമുകളിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഒപ്റ്റയുടെ റാങ്കിൽ വരുന്നവരെ നോക്കിയാൽ തന്നെ കാര്യം വ്യക്തമാകും. ഒപ്റ്റയുടെ റാങ്കിൽ 1 ഇന്റർ മിലാനും, 2 മാഞ്ചസ്റ്റർ സിറ്റിയും, 3 റയൽ മാഡ്രിഡും, 4 ബയൺ മ്യൂണിക്കും, 5 PSG-യും, 6 ചെൽസിയും, 7 യുവൻറ്റസും, 8 അത്ലറ്റിക്കോ മാഡ്രിഡും, 9 ബൊറൂസിയ ഡോട്ട്മുണ്ടും, 10 ബെൻഫിക്കയുമാണ്. ഒരൊറ്റ നോൺ യൂറോപ്യൻ ക്ലബ്ബും അവിടെ ഇല്ല എന്നുള്ളത് നോക്കുക. ഇത് ട്രൂലി വേൾഡ് കപ്പ് ആണ്, എല്ലായിടത്തു നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴും യൂറോപ്യൻ ജയൻറ്റുകളോട്, ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചു വരുന്ന ടീമുകളോട് എങ്ങനെ മുട്ടി നിൽക്കും ഈ ടീമുകൾ? മറ്റ് ഏഷ്യൻ ക്ലബ്ബുകൾ, ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകൾ, ആഫ്രിക്കൻ ക്ലബ്ബുകൾ എന്നുള്ളതൊക്കെ ഒരു വലിയ വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിന് ഇപ്പോൾ പേരുമാറ്റം വരുത്തിയിട്ടുള്ള ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചില ഘട്ടങ്ങളിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളവർ കിരീടം ചൂടിയിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. പക്ഷെ അതെപ്പോഴും സംഭവിക്കാറില്ല. ആധിപത്യം യൂറോപ്പിന് തന്നെയാണ് എപ്പോഴും ലഭിക്കാറുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഏതായാലും ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് വളരെ ബൃഹത്തായ രൂപത്തിൽ നടക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. TV-യിൽ ഇത് കാണാൻ കഴിയുമെന്നുള്ളതിൽ അവർ ഉറ്റുനോക്കിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വഴിയെ FIFA അറിയിക്കുമെന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഡെയ്സനാണ് അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഓരോരോ രാജ്യങ്ങളിൽ മറ്റ് ചാനലുകൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഫൈനൽ ഒരു ഫിക്സ്ചർ ഇതുവരെ പൂർണ്ണമായ രൂപത്തിലുള്ളത് പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ FIFA അത് പുറത്തുവിടും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.